കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളിവിടെ ജയ്പൂരിലൊക്കെ ആണെങ്കിൽ ഒളിച്ചും പാത്തും ഒക്കെ വേണം ബീഫ് വാങ്ങിക്കാൻ പോകാൻ. ബീഫല്ല കേട്ടോ, ഇവിടെ പോത്തിറച്ചി മാത്രമേ കിട്ടുള്ളൂ. പശുവിനെയും കാളയും അവർ ഇറക്കില്ല കേട്ടോ. നമ്മുടെ നാട് പോലെയൊന്നും അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിക്കൻ പോലും ചെന്ന് വാങ്ങിക്കാൻ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതും വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിലെ കാച്ചിൽ ഇതിവിടെ വേറൊരു രൂപത്തിൽ കണ്ടു കേട്ടോ. അങ്ങനെ കാച്ചിലൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വന്നിട്ട് 2 ഐറ്റമായിട്ട് വയ്ക്കണം. ഇതിലൊന്ന് റോസ്റ്റ് പോലെയും ചെറുതായിട്ടൊരു കറി പോലെയും കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകിയെടുത്ത ബീഫിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് എണ്ണ ഇത്രയോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, വെള്ളം ഒഴിക്കണമെന്നില്ല, ഇതിൽ അടി പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ലേശം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാവേ. ഒരു 3-4 വിസിലായിട്ട് വരും കേട്ടോ. ആ സമയത്തിന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, പെരിഞ്ചീരകം ഇത്രയിട്ട് ഒരു മസാല തയ്യാറാക്കുക. നമ്മൾ ബീഫിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം കോൺഫ്ലോർ, അതുപോലെ ലേശം അരിപ്പൊടി ഇത്രയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അങ്ങ് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിയുമ്പോൾ ഈ മസാലയ്ക്ക് അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുമേ. ആദ്യം ഉപ്പിട്ട് ഇതിന് വേവിച്ചെടുത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കണേ. അപ്പോൾ നല്ല ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. ഈ വറുത്തെടുത്ത് മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഒരു ലേശം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് അതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതിനകത്ത് ഡ്രൈ ചെയ്തെടുക്കുക. എൻ്റെ അമ്മോ പൊളി സാധനമാണ് കേട്ടോ. കഴിക്കാത്തവർ പോലും സത്യം പറഞ്ഞാൽ കഴിച്ചു പോകും. അവസാനം കുറച്ച് ഗരം മസാലയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ മണമൊക്കെ കിട്ടും. രണ്ടാമത്തെ ഐറ്റം ഉള്ളി സവാളയൊക്കെ വഴറ്റി നമ്മുടെ സാധാരണ വയ്ക്കുന്നത് പോലെ പോത്തുകറി വെച്ചതാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ചിൻ്റെ കറികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പുളിശ്ശേരി നിർബന്ധമാണ്. ലേശം പുളിശ്ശേരിയും തോരനും നമ്മൾ ബീഫല്ല പോത്ത് വരട്ടിയതും പോത്ത് കറിയും ഇതൊക്കെ ഉറക്കെ പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. കാരണം അപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽവാസികൾ കണ്ടാൽ അവർ അടിയും തന്നെ ഇവിടെ നിന്ന് ഓട്ടിച്ച് വിടും. അപ്പോൾ ആ ഫ്രൈ ചെയ്ത് വരട്ടിയെടുത്ത പോത്തുണ്ടല്ലോ, ഇങ്ങ് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങ് അലിഞ്ഞു പോകുമ്പോൾ തോന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് കഴിക്കാത്ത ആളാണ്, പക്ഷെ ഞാനും ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കഴിച്ചു പോയി.